ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെയും ഒരു അധ്യാപികയുടെയും ഇച്ഛാശക്തിയിൽ ഒല്ലൂരിലെ കോർപ്പറേഷൻ ലൈബ്രറിക്ക് ശാപമോക്ഷമായി. 8 വർഷത്തിലധികമായി പൂട്ടിക്കിടന്നിരുന്ന ഒല്ലൂരിലെ കോർപ്പറേഷൻ വായനശാലയ്ക്കാണ് അധ്യാപികയുടെയും ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെയും ഇടപെടലിനെ തുടർന്ന് ശാപമോക്ഷമായത്. 10,000-ലധികം പുസ്തക ശേഖരമുണ്ടായിരുന്ന ഒരു കാലത്ത് ഒല്ലൂരിന്റെ വിജ്ഞാനകോശമായിരുന്ന ലൈബ്രറിയാണ് വീണ്ടും പൊതുജീവനുമായി പ്രവർത്തിക്കാൻ ഒരുങ്ങുന്നത്. കാലങ്ങളായി ആരും തിരിഞ്ഞു നോക്കാതെ പുസ്തകങ്ങൾ പൊടിപിടിച്ചും ചിതലരിച്ചും നശിച്ചുകൊണ്ടിരിക്കുന്ന വായനശാല രമാദേവി ടീച്ചറുടെയും വിദ്യാർത്ഥികളുടെയും മേൽനോട്ടത്തിലാണ് വീണ്ടും പ്രവർത്തിക്കാൻ പോകുന്നത്. തകഴി മുതൽ MT അടക്കം സ്വദേശത്തെയും വിദേശത്തെയും പ്രമുഖരായ എഴുത്തുകാരുടെ നിരവധി പുസ്തകങ്ങളാണ് പൂട്ടിക്കിടന്നിരുന്ന വായനശാലയിൽ പൊടിപിടിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്നത്. ടീച്ചറും വിദ്യാർത്ഥികളും ചേർന്ന് പുസ്തകങ്ങൾ പൊടി തട്ടിയെടുത്ത് വീണ്ടും ഒല്ലൂരിന്റെ ആ പഴയ വായനശാലയുടെ പ്രൗഢി തിരികെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. വായനാദിനങ്ങളിൽ നിരവധി പരിപാടിയിൽ നാടെങ്ങും അരങ്ങേറുമ്പോൾ ഇത്തരം വായനശാലകളെ സംരക്ഷിക്കാനുള്ള ഈ നടപടികൾ ഉണ്ടാവണമെന്നാണ് രമാദേവി ടീച്ചറുടെ പക്ഷം. 8 വർഷത്തോളം അടഞ്ഞു കിടന്നു എന്ന് പറയുമ്പോൾ ധാരാളം ബുക്കുകൾ, വിലപിടിച്ച പുസ്തകങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്. പരമാവധി അതിൽ നിന്നും നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് അടുത്ത തലമുറയ്ക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കണം എന്നൊരാഗ്രഹമുണ്ട്. മാത്രമല്ല, വാല്യൂ എഡ്യൂക്കേഷനാണ് നമ്മൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് എന്താണ് അവരുടെ ഉത്തരവാദിത്വം, എങ്ങനെയാണ് സർവീസ് ചെയ്യേണ്ടത് എന്ന് അവരൊരു ലൈവായിട്ട് പഠിക്കുകയാണ്. പുസ്തകം എന്താണെന്നും വായന എന്താണെന്നും അതിൽ വായിക്കാനുള്ള അവസരം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നും നശിച്ചു പോവാതെ ഭാവിയിലേക്ക് വേണ്ടി അത് എങ്ങനെയാണ് കരുതി വെക്കേണ്ടതെന്നും അവർ ലൈവായിട്ട് ഇവിടെ നിന്ന് പഠിക്കുകയാണ്. ഇതിനോടകം തന്നെ നിരവധി പുസ്തകങ്ങൾ നശിച്ചു കഴിഞ്ഞു. ഉള്ള പുസ്തകങ്ങൾ സംരക്ഷിച്ച് പുതുതലമുറയെ വായനയുടെ ലോകത്തേക്ക് കൈപ്പിടിച്ചുയർത്താനാണ് ഈ അധ്യാപികയുടെ ശ്രമം. അതിനാൽ തന്നെ അധികൃതർ അവഗണിച്ചിട്ടും പുതുതലമുറയിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികളുമായി ഈ അധ്യാപിക ചെയ്തത് ഒരു നാടിന് അറിവിന്റെ പ്രകാശം വരുത്തുന്ന വായനശാലയ്ക്ക് പുതുജീവൻ നൽകുക എന്നതായിരുന്നു. ഒരു വനിതാ ദിനം കൂടി കടന്നു പോകുമ്പോൾ ഈ അധ്യാപികയും ഇവരുടെ പ്രവർത്തനങ്ങളും ശ്രദ്ധിക്കപ്പെടുകയാണ്. വാട്സപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും ലോകത്ത് ഭ്രമിച്ചിരിക്കുന്ന യുവതലമുറയ്ക്ക് വിജ്ഞാനഗോപുരം തീർക്കാൻ സാധിക്കുന്ന ഈ ഗ്രന്ഥശാലയ്ക്ക് പുനർജീവൻ നൽകി പുതുതലമുറയെ വായനയുടെ ലോകത്തേക്ക് കൈപ്പിടിച്ചുയർത്താനുള്ള ശ്രമത്തിലാണ് രമാദേവി ടീച്ചറും ഒരു പറ്റം വിദ്യാർത്ഥികളും. TCV ന്യൂസ്, തൃശൂർ.